ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കൽ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ വാട്സപ്പിന്റെ വിവരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഹാക്ക് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വാട്സപ്പ് തന്നെ അതിൽ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചറുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ ഒരുപാട് മുമ്പ് വന്ന സെക്യൂരിറ്റി ഫീച്ചറുകളാണ്. പക്ഷേ എങ്കിൽ പോലും ഗേൾസിന് ഇതിനെക്കുറിച്ച് വലുതായിട്ട് ധാരണയില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് വഴി വഞ്ചിക്കപ്പെടുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റൊക്കെ മറ്റുള്ളവർ ഹാക്ക് ചെയ്യാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു സാധ്യത നിങ്ങൾക്ക് തടയാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഈ വീഡിയോയിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആദ്യമേ നിങ്ങൾ എത്തുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഒന്നാമത്തെ സെക്യൂരിറ്റി ഫീച്ചർ എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വാട്സപ്പിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു 3 ഡോട്ട് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് വെബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഈ ഒരു വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് വെബ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ ഓക്കെ ഗോട്ട് ഇറ്റ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും വാട്സപ്പിൽ ഒരു QR കോഡ് ഉണ്ടാകും. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് മറ്റുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ വാട്സപ്പിനെ അവരുടെ PC അല്ലെങ്കിൽ അവരുടെ ലാപ്ടോപ്പിലോ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ആർക്കെങ്കിലും കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാട്സപ്പ് വെബ് വഴി അവർക്ക് സ്കാൻ ചെയ്തുകൊണ്ട് അവരുടെ ലാപ്ടോപ്പിൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഫുൾ ഇൻഫോർമേഷൻസും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് അവർ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾ ഈ ഓക്കെ ഗോട്ട് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങളുടെ ബാക്ക് ക്യാമറ ഓൺ ആവുന്നതായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ആരും ഹാക്ക് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ ഡിവൈസിലാണ് എത്ര മണിക്കാണ് ഇവർ ആക്സസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നതായിരിക്കും. ആ ഒരു ലോഗൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സെറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ ഇത് മസ്റ്റായിട്ട് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫോണും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറും മറ്റൊരാളുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫോണിലെ വാട്സപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ ഫോണിലോട്ട് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് തടയാനായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് എടുക്കുക. വാട്സപ്പിൽ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് കാണാനായിട്ട് സാധിക്കും. അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൂന്നാമത് കാണുന്ന ഒരു ഓപ്ഷനാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾക്ക് പാസ്വേഡ് കൊടുത്ത് സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുമാത്രമല്ല നിങ്ങളുടെ ഫോൺ വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും നിങ്ങളുടെ വാട്സപ്പ് അവരുടെ മൊബൈലിലോട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം ഈ ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ അവരുടെ മൊബൈലിലോട്ട് ഈ ഒരു വാട്സപ്പ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എനേബിൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് 1 2 3 4 5 6 എന്ന് അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും കൺഫർമേഷൻ ചോദിക്കുന്നതായിരിക്കും. അതിന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കൊരു ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ ID കൊടുത്ത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇമെയിൽ ID ചോദിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈസ് എനേബിൾഡ് എന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം ഡൺ കൊടുക്കാം. നിങ്ങൾക്ക് അതിനുശേഷം പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇമെയിൽ ID ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫോണിൽ മസ്റ്റായിട്ട് ഈ ഒരു കാര്യം എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഇത് നമ്മുടെ ഒരു പ്രൈവസിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഒരു പക്ഷേ നമ്മുടെ ഫോൺ വേറെ ആരുടെയെങ്കിലും കയ്യിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഇൻഫോർമേഷൻസ് ഫുള്ള് ചോർത്താനായിട്ട് സാധിക്കുന്നതാണ്, ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.